അതായത് ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ, അയാൾ ആർട്ടിസ്റ്റ് ആണെന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ടാവും. ആ ആർട്ടിസ്റ്റിന്റെ ആർട്ട് ഫോമിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരും കാണും. പക്ഷേ ഒരു മെജോറിറ്റി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആർട്ട് എന്ന രീതിയിൽ പണ്ട് തൊട്ടേ വന്ന ഡെഫിനിഷനെ ചിലപ്പോൾ ഇതൊന്നും ഫുൾഫിൽ ചെയ്യുന്നുണ്ടാവില്ല. ആർട്ട് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ക്രിയേഷൻ, വേറെ അത് ഡെഫിനിഷൻസ് ഒക്കെ പിന്നീടാണ് വരുന്നത്. പുതിയ ആൾക്കാർ വഴി വെട്ടി വരുമ്പോൾ അതിൽ ഈ പറയുന്ന ഇന്റലിജൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ് ശരിക്കും ഇപ്പൊ ആർട്ട് ഫോം പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ആർട്ട് ഫോം അല്ലാതെ ആകുന്നില്ല. ഇപ്പൊ സിനിമ, മാസ് മസാല മൂവീസ് ആർട്ട് ഫോം തന്നെയാണ് അവരുടെ, ആ ക്രിയേറ്ററിന്റെ ആർട്ട് ഫോം തന്നെയാണ്. അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതൽ. പക്ഷെ ഓൾ വി ഇമാജിൻ സ്ലൈറ്റ് പോലുള്ള സിനിമകൾ കാണുന്ന ആൾക്കാർ കുറവാണെങ്കിൽ അതാണ് പോപ്പുലർ ആർട്ട് എന്നൊരു പ്രഖ്യാപനം ഈ ബുദ്ധിജീവികളുടെ ഇടയിലുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് പെടുന്ന ആൾക്കാർ ഇല്ല. ആക്ച്വലി നമ്മൾ 2 ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റം ആണല്ലോ. ഒന്ന് നമുക്ക് വളരെ ആനിമലിസ്റ്റിക് ആയിട്ടുള്ള ഇമോഷൻസ് റോ ആയിട്ടുള്ള ഒരാളുണ്ട്. പിന്നെ നമ്മൾ മനുഷ്യനെന്ന് വിളിക്കുന്ന നമ്മുടെ ഒരു പാർട്ടുണ്ട്, എമ്പതിയുള്ള പാർട്ടുണ്ട്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള പാർട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അങ്ങോട്ടേക്ക് ലീൻ ചെയ്ത് നിൽക്കാനാണ് താല്പര്യം. പക്ഷെ ഇങ്ങോട്ട് ലീൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് ഒരു സുഖം, അല്ലേ? എളുപ്പമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് എലീറ്റ് ആൾക്കാരുടെ നടുക്കാണെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ, പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സിനിമകൾ കുറേ കണ്ട് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവും. അതായത് ഇതിൽ ഇങ്ങനത്തെ എലിമെൻറ്റ്സ് ഉണ്ട്, അങ്ങനത്തെ എലിമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ കുറച്ചുകൂടെ ഡെപ്തിലൊക്കെ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കും അതിനുള്ള അതിൻ്റെ സ്പേസും പ്രിവിലേജ് ഉള്ള ഒരാൾക്ക് ഒരു പക്ഷേ ഇങ്ങനത്തെ പടങ്ങളൊക്കെ അങ്ങനെ ഡെപ്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ലേമൻ പോയി പുള്ളിയുടെ സിനിമയുടെ എക്സ്പെക്റ്റേഷൻസിൽ ഇത് കാണുമ്പം ഒരു 15 മിനിറ്റ് ചെയ്യുമ്പോൾ ബോറടിക്കും. ഇതിൻ്റെ കാട്ടി രസം എൻ്റെ റീല് നോക്കിയാൽ പോരെന്ന് ഉള്ളൊരു സാധനം വരും.